അങ്ങനെ നമ്മൾ നമ്മുടെ ആ പഴയ മീറ്റിംഗ് പ്ലേസ്. അതെ, നമ്മുടെ വെള്ളമടി സെറ്റപ്പ്. നീ അവനൊന്ന് വിളിച്ചേ. ട്രൈ ചെയ്യുവാ, കിട്ടണ്ടേ? ആ എന്താ എന്താ ഒരു ഫ്രെയിം. കൊള്ളാം. ഇതാണ് നിന്റെ ഫ്രെയിം. മുകളിലോട്ട് നോക്കടാ. നീ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ നിഖിലിനെ വിളിച്ചേ. അവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. നിഖിലേ. Hi Paul, how are you man? സുഖം. Where are you now? നമ്മുടെ ആ പഴയ മീറ്റിംഗ് പ്ലേസിൽ. Wow, superb. എനിക്കും കാണാം പ്ലീസ്. ഞാൻ വീഡിയോ കോൾ ചെയ്യാം. ഓക്കേടാ. ആയിക്കോട്ടെ, വിളിക്ക്. നിഖിലേ. Hi man. പോളെ, അവൻ ഫുൾ അമേരിക്കൻ ഇംഗ്ലീഷ് ആണല്ലോ. കണ്ണൻ ഇവിടെ ഉണ്ടോ? Wow, where is he? I want to see him now. അവന്റെ ഒരു അമേരിക്കൻ ഇംഗ്ലീഷ് ഇപ്പൊ ശരിയാക്കി തരാം. നീ ആ മൊബൈൽ ഇങ്ങോട്ട് എടുത്തേ. മണകുടാച്ചന്റെ അച്ഛൻ. ചുമ്മാ ഇരിക്കണം. That's a typical മലയാളി. മലയാളി എന്നും മലയാളി തന്നെ, അതെവിടെ പോയാലും. അവന്റെ വികാരത്തിൽ തൊട്ടപ്പോ അവൻ മലയാളം പറഞ്ഞാണ്ട, അത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ആംബിയൻസ് കിട്ടിയിട്ട് 10 മില്ലി കഴിക്കുന്ന പോയിട്ട് ഒന്ന് മണക്കാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല. പിന്നെയാണ് അടിച്ചു പോയി. എന്താ നിങ്ങളുടെ പരിപാടി? പരിപാടി കാണിച്ചുതരാം. നീ വണ്ടി കയറിയ ആലിന്റെ അടുത്തോട്ട് പോ. എന്താണ് നീ പിടിച്ചോണ്ടിരിക്കുന്നത്? പെട്ടെന്ന് പോവാടാ. എന്നാ പിന്നെ നീ ഓടിക്കും. ഇല്ലടാ, ഞാൻ നന്നാവില്ല. നിനക്കൊല്ലം ചെയ്യാനുണ്ടാ? ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യടാ. നമ്മളൊന്നും ഇല്ലേ പോളെ. നീ ആ ഫോൺ അവന്റെ മേടിച്ച് ഇവന്റെ മുഖം കാണാനല്ലേ ഡാമേജ് അടിച്ചാവുന്നതാ. ഇല്ലടാ, നിനക്ക് മുഖമല്ല താഴെ കാണിച്ചു തരാം. അപ്പൊ മാച്ച് ആവൂല്ലോ. കാണിച്ചു തരാം. പോളെ, ഇവനൊരു ദുരന്തമാണല്ലേ. കൊള്ളാം. ഇവൻ ഇങ്ങനെ തന്നെയാടാ. അതൊക്കെ പോട്ടെ, നീ ആ ക്യാമറ മൊബൈൽ ഒന്ന് റൗണ്ട് ചെയ്തേ. അവിടെ അമേരിക്കൻ പീസസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിന്റെ ഈ ലെവല് കാണുമ്പോ നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോലെ. കണ്ണ എന്ന് വിളിച്ച വാഗൊണ്ട് നീ എന്നെ മാറ്റി പറയിപ്പിക്കരുത്. പോളെ, അവന് ഫീൽ ചെയ്ത് മോനെ, അകത്ത് പീസ് ഉണ്ടടാ. പൊളിച്ച് പൊളിച്ച്. നമ്മളിവിടെ എത്തി. ആലായൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. നോക്കുമോനെ, സ്ഥലങ്ങളൊക്കെ നോക്കിക്കോ. അതേ പഴയ സ്ഥലങ്ങളൊക്കെ തന്നെ ആയിക്കോട്ടെ. മോനെ, ഉരുണ്ട് വീഴല്ലേ എന്റെ അമ്മേ. അയ്യോ മോനെ, മുത്തേ, നിഖിലെ സ്ഥലങ്ങളൊക്കെ കണ്ടു. എങ്ങനുണ്ട്? കണ്ണാ നിഖില്. എടാ നിഖിലെ, നീ കണ്ടടാ നിന്റെ ഒരു അമേരിക്ക. അയ്യോ, പോയി കിടക്കണ. എന്തോ നേടാ എപ്പോഴും നീ ഇങ്ങനെ തന്നെ പറയും. എന്റെ അമ്മോ, ഓടി തളർന്നടാ. ഇതുപോലത്തെ ഒരു ഫീൽ വേറെ എവിടെ കിട്ടൂടാ? ഫ്രഷ് എയർ, സൂപ്പർ. എന്റെ പൊന്നേ, എത്ര വന്നു കഴിഞ്ഞാലും അതേ ഫ്രഷ് അതേ സ്ഥലത്ത് മാത്രം. പോളെ, അവന്റെ അടുത്ത് പോയി ചാവാ പറയണ. ചുമ്മാ എന്താണ് അവൻ ഇങ്ങനെ? നീ അതത്ര കാര്യമൊന്നും ആക്കണ്ട. എടാ, അവൻ പണ്ടേ ഇങ്ങനല്ലേ.
അവൻ്റെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. ഇല്ലയോടാ? എടാ അവനിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അവൻ്റെ ഉള്ളിൽ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. നിഖിലേ, നിനക്കറിയോ നമ്മൾ പോയതിന് ശേഷം ഈ ആളിൽ എത്ര പേര് തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന്? അതിൽ സഹിക്കാൻ പറ്റാത്തതായിട്ട് ഒരച്ഛനും മോളും. ഹോ, ഒന്ന് നിർത്തിക്കടാ, മതി. പോളെ, ഈ ആലില്ലായിരുന്നേൽ നമുക്ക് നമ്മുടെ അച്ഛനെ നഷ്ടപ്പെടില്ല, അല്ലേടാ? കണ്ണ എഴുന്നേക്കടാ, വാ. വന്നേ വന്നേ, നമുക്കിനി ആലിൻ്റെ അടുത്തോട്ട് പോവാം. എനിക്കില്ലേ നമ്മുടെ ആല് കണ്ടു. നാലിലൊരാളില്ലാത്തതിൻ്റെ ഫീല് നമ്മുടെ കണ്ണനിപ്പം ഭയങ്കരമായിട്ടുണ്ട്. നോക്കിക്കേ എങ്ങനെയുണ്ട്, കുറേ വർഷമല്ലേ കണ്ടിട്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ആലിൻ്റെ താഴെ എത്തിയിട്ടു. നോക്ക്, ആടാ. ആ വരുക, വേഗം. ആലക്കങ്ങ് ശരിക്കും വലുതായി. അതേടാ, നോക്ക് നീ. പിന്നെ ഭയങ്കരമായിട്ട് വരും. സെറ്റപ്പ് ആയില്ലേ? പോളെ, എന്താടാ നീ ആ മൊബൈൽ ഒന്ന് കുറച്ച് ബാക്കിലേക്ക് കൊണ്ടുവന്നേ. എന്താടാ, എന്ത് പറ്റി? നീ ഒന്ന് കാണിച്ചേ. എന്താടാ കാര്യം പറ. നോക്ക്. എടാ നമ്മുടെ അച്ചു. അച്ചുവോ? എന്താടാ അച്ചു എങ്ങനെ ഇവിടെ വരുന്നേ? അവൻ പറയുന്നതിന് എന്തോ കാര്യമുണ്ടടാ. എന്ത് കാര്യം? നീ നോക്ക്, അച്ചു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ കണ്ടതാ. എവിടെയാ അച്ചു? നോക്ക്. ചുമ്മാ. എടാ, എന്താടാ നീ കണ്ണനെ വിളിച്ച് തിരിച്ചു പോ. എന്നതാ? എന്താ കാര്യം? നീ എന്തേ പറയുന്നേ? അവൻ പറയുന്നതിൽ എന്തോ ഉണ്ട്. എന്തുണ്ടെന്നോ? അവന്റെ മുഖം മാറിയതുണ്ടോ? അച്ചു എങ്ങനെ ഇവിടെ വരുന്നത്? അച്ഛൻ്റെ ആഗ്രഹം നമുക്കറിയാലോ. നിങ്ങൾ പോയിക്കോ. എന്തുവാടാ ഈ പറയുന്നത്? അച്ചുവിന് നമ്മളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വന്ന് കൊണ്ടുപോട്ടെ നമ്മളെ രണ്ടുപേരും. അല്ല എന്തുവാ? നീ കണ്ണനെ വിളിച്ചു പോ. നീ എന്താ ഈ പറയുന്നത്? അച്ചുവിനെ എങ്ങനെ ഇവിടെ വെച്ച് കാണുന്നു? ചുമ്മാ അവൻ ഓരോന്ന് പറഞ്ഞോണ്ട്. കലിപ്പില് തന്നെ, കലിപ്പില്. ആക്ഷൻ!